അപ്പോൾ ആദ്യത്തെ ഞാൻ ഇത് ആക്ച്വലി ഈ ക്വസ്റ്റ്യന് ഇതിനെ ഡൊമൈന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഡൊമൈന് കണ്ടുപിടിക്കേണ്ടെങ്കിൽ ആദ്യം ഞാൻ അറിയേണ്ടത് ഇതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് PVB എന്ന് ഞാൻ എഴുതുന്നുണ്ട്. അത് അറിയാമെങ്കിൽ എനിക്ക് ഈ ക്വസ്റ്റ്യനിൽ ആൻസർ എഴുതാൻ പറ്റൂ. നമുക്കറിയാം സൈൻ ഇൻവേഴ്സിൻ്റെ നമ്മളെ ഇത് വരുന്നത് വാല്യൂ വരുന്നത് -1നും +1നും ഇടക്കാണ്. സോ എക്സ് ലൈസ് ബിറ്റ്വീൻ എന്താണ് -1 and +1. കോസ് എക്സിൻ്റെ കേസിലും സൈൻ ഇൻവേഴ്സ് എക്സും അതേപോലെ കോസ് ഇൻവേഴ്സ് എക്സും ഇത് രണ്ടിൻ്റെയും കേസിൽ എന്താണ് -1നും +1നും ഇടയിലാണ് നമ്മളെ ഈ പറയുന്ന വാല്യൂ എന്ന് പറയുന്നത്. അതാദ്യം മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ ഇപ്പോൾ എക്സ് ഇല്ലത് കൊണ്ടാണ് ഞാനിവിടെ ഇപ്പോൾ എക്സ് എഴുതിയത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഫംഗ്ഷനിൽ എന്തുണ്ട് x+1 എന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ എഴുതണം -1 <= ഇവിടെയും <= +1. ഇതിൻ്റെ ഇടയിൽ നടുക്കം തരും എക്സിൻ്റെ പകരം x+1 ആയിട്ട് x+1. പക്ഷേ എനിക്ക് x+1 ആണ് വേണ്ടതല്ല, എനിക്ക് x ആണ് വേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ x+1 ഈ 1 എങ്ങനെയെങ്കിലും ഞാൻ ഒഴിവാക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഈ 1 പോക്കണമെങ്കിൽ ഇതിനെ മൈനസിനല്ല സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ -1 നമ്മൾ എന്താണോ ഇവിടെ ചെയ്യുന്നത് അതന്നെ ഇവിടെയും ചെയ്യണം. ഓൺ ദ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ഇനീക്വാലിറ്റി. അപ്പോൾ എന്താ -1 <= x+1 -1 <= +1 അപ്പോൾ -1 എന്തായി -2 <= ഇതും കട്ടായി x ആയി മാറി <= 1 - 1 0. അപ്പോൾ നമുക്ക് കിട്ടി യെസ്, ഇതാണ് ഇതിൻ്റെ എന്തെന്ന് പറയുന്നത് ഡൊമൈൻ എന്ന് പറയുന്നത്. സോ വി സേ x belongs to ഡൊമൈൻ x belongs to എന്ന് പറഞ്ഞിട്ട് എഴുതുക. x belongs to ക്ലോസ് ഇൻ്റർവെൽ, കാരണം ഇവിടെ എന്തുണ്ട് ഇതായില്ലത് ഈക്വൽ ടു ഉണ്ട് -2 to 0. ദിസ് ഈസ് ഡൊമൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് x+1. ഇതേപോലെ ഞാൻ കോസ് ഇൻവേഴ്സിൻ്റെയും കൂടി പറഞ്ഞുതരാം. ഓക്കെ, ആദ്യത്തെ കുട്ടി ഇത് ഇനിയിപ്പോൾ കോസ് ഇൻവേഴ്സ് x ആണെങ്കിലും അതിൻ്റെ ഒരു വാല്യൂ ലൈസ് ബിറ്റ്വീൻ -1 and +1 നടുക്ക് എക്സും. അപ്പോൾ ഇപ്പോൾ ഇവിടെ x അല്ല ഉള്ളത്, 2x - 1 അല്ല ഉള്ളത്. അപ്പോൾ നമ്മൾ എഴുതി -1 <= ഇവിടെയും +1. പിന്നെ നടുക്ക് എന്ത് ചെയ്ത് ഈ ഫംഗ്ഷൻ എഴുതി 2x - 1. ഇതിപ്പം കാര്യം നടക്കൂലല്ലോ. ഇതിനി എന്ത് ചെയ്യണം, ഇവിടെ എനിക്ക് എങ്ങനെയെങ്കിലും x ക്രിയേറ്റ് ചെയ്യണം ത്രൂ മാനിപ്പുലേഷൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ആദ്യം ഈ പറയുന്ന -1നെ പോക്കണ്ടിയിട്ട് ഞാൻ +1 കൊണ്ട് ആഡ് ചെയ്ത്. അപ്പോൾ ഇവിടെ -1 +1 നമ്മളിവിടെ ചെയ്യുന്ന എന്താണോ അത് ഇവിടെയും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എല്ലാം ചെയ്യണം. 2x - 1 +1 <= 1 +1. അപ്പോൾ എന്താ ഈ -1 ഇത് കട്ടായി, ഇത് 0 <= 2x -1 +1 കട്ടായി <= 2. ഓക്കെ, പക്ഷേ ഇപ്പോഴും നമുക്ക് എക്സ് കിട്ടിയില്ലല്ലോ. എക്സ് കിട്ടിയാൽ ഇനി എന്താ ചെയ്യേണ്ടത്, ഇതിപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ അല്ലത്. മൾട്ടിപ്ലിക്കേഷൻ ഇനി പോക്കണ്ടിക്കൽ നമ്മൾ മൈനസിലുള്ള സാധനത്തിനെ പോക്കെ നമ്മൾ ആഡ് ചെയ്ത സാധനത്തിനെ പോക്കെ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത സാധനത്തിനോ നേരെ ഡിവൈഡ് ചെയ്യാം. അത് ഇവിടെ ചെയ്യുമ്പോൾ ഇവിടെയും ചെയ്യണം. അപ്പോൾ 0/any നമ്പർ 0 <= 2 കട്ടായി x <= 2/2 1. അപ്പോൾ എന്ത് കിട്ടി, നമുക്ക് എക്സ് കിട്ടി. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡൊമൈൻ ഇപ്പോൾ എന്താ x belongs to 0, ക്ലോസ്ഡ് ഇൻ്റർവെൽ. കാരണം എന്താ ഇവിടെ ഇതുണ്ട് ഈക്വൽ ടു ഉണ്ട്, ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 to 1. അതാണ് ഇതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത്. ഏത് കോസ് ഇൻവേഴ്സ് 2x - 1. ഇതിങ്ങനെ ബേസിക് മാനിപ്പുലേഷൻ ആയത്. ഇങ്ങനൊരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ -1നും 1ൻ്റെ ഇടയിൽ നമുക്ക് എന്ത് കിട്ടണം, എക്സ് കിട്ടണം. എക്സ് കിട്ടാനാണ് നമ്മൾ ഈ പറയുന്ന മൊത്തം കളിയും കളിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഈ മുകളിലുള്ളത്. ആക്ച്വലി നമ്മളെ ഈ പറയുന്ന സൈൻ എന്ന് പറയേണ്ടത് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ റേഞ്ച് വരുന്നത് -5/2. ഡൊമൈന് -1 to 1 ആണെങ്കിൽ ഇതിപ്പോൾ സൈൻ ഇൻവേഴ്സ് എടുത്ത് നോക്ക്. സൈൻ ഇൻവേഴ്സ് -1 എന്നിട്ട് ഇപ്പോൾ സൈൻ ഇൻവേഴ്സ് 1 എങ്ങനെയാണ് വരിക, നമുക്ക് സൈനിൻ്റെ ഏത് വാല്യൂവിലാണ് 1 കിട്ടുക, 5/2. അതാണ് ബേസിക്കലി ഐഡിയ. സൈൻ ഇൻവേഴ്സ് അപ്പോൾ -1 ഏതിൽ കിട്ടുക, -5/2. അപ്പോൾ അതാണ് ഈ -5/2 to 5/2. അപ്പോൾ ഇതിൻ്റെ റേഞ്ചിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഓൺലി ദിസ് കേസ്. കാരണം ഈ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റൂ, സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഇത് രണ്ടും കട്ടായിട്ട് എക്സ് ആൻസർ കിട്ടും. ഓക്കെ, ഇതിൽ ഇനി വരുന്ന ഒരു 1 മാർക്ക് ടൈപ്പ് ഓഫ് കാറ്റഗറിയിലെ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/2. ഇത് കാൽക്കുലേറ്ററിൽ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആൻസർ കിട്ടും.
ഇതിപ്പോൾ ആലോചിച്ച് നോക്കുക, സൈൻ ഇൻവേഴ്സ് 1/2. സൈനിൻ്റെ ഏത് ആംഗിളിലാണ് 1/2 കിട്ടുക? നമുക്കറിയാം π/6, 30 ഡിഗ്രി ബേസിക്കലി 30 ഡിഗ്രി. അപ്പോൾ π/6, പക്ഷേ ഇവിടെ മൈനസ് ഇല്ലാണ്ട് മൈനസ്. അപ്പോൾ അതതിൻ്റെ ആൻസർ. ഇതെനിക്ക് തോന്നുന്നത് 2 മാർക്കിന് ചോദിച്ചൊരു ചോദ്യമാണ്. ഇത് നമുക്ക് ഡയറക്റ്റ് ഇത് കട്ട് ചെയ്തിട്ട് 7π/6 എന്ന് എഴുതാൻ പറ്റില്ല. കാരണം കോസിൻ്റെ 0 to π ആണ് എന്താണ് നമ്മളെ കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. അത് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് നോക്കി എനിക്ക് മനസ്സിലാവും. അപ്പോൾ ഈ കോസ് ഇൻവേഴ്സ് ഇപ്പോൾ കോസിൻ്റെ തൽക്കാലത്തേക്ക് കട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു ആംഗിളാക്കി മാറ്റണം. ഒരു π/6ഓ π/3ഓ π/2 എങ്ങനെയെങ്കിലും ആക്കി മാറ്റണം. പൈയിൽ കൂടാനും പാടില്ല, 0യിൽ കുറയാനും പാടില്ല. അപ്പോൾ എന്ത് ചെയ്ത് ബിഗ്ഗർ ആംഗിൾ, ഈ വലിയ ആംഗിൾ -π/1 ചെയ്ത് ഞാൻ കോസ് വരുന്ന സമയത്ത് നമ്മൾ ഈ ആംഗിൾ -π ചെയ്യും. നമ്മളെ സൈന് വലിയൊരു സൈൻ 7π/6 എല്ലാം വരുന്ന സമയത്ത് എന്താണ്, അല്ലെങ്കിൽ ഒരു 5π/6 എല്ലാം വരുന്ന സമയത്ത് നമ്മൾ π മൈനസ് ഈ ആംഗിൾ 5π/6 എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യുക, ഇനി ക്രോസ് മൾട്ടിപ്ലൈ 7 കോസ് ഇൻവേഴ്സ് കോസ് 7π മൈനസ് 6π ഡിവൈഡ് ബൈ 6. ഇത് തീർന്നിട്ടില്ല. അപ്പോൾ ഇത് കോസ് ഇൻവേഴ്സ് കോസ് 7π മൈനസ് 6π, 7 ചക്കയിൽ 6 ചക്ക പോയി കഴിഞ്ഞാൽ 1 ചക്ക ബൈ 6. ഇത് നമുക്കറിയാലോ. ഇത് π/6 എന്താ, നമ്മൾ ഇതിൻ്റെ ഇടയിൽ വരുന്ന ഒരു ആംഗിളാണ്. 180ൻ്റെ ഇടയിൽ വരുന്നതാണ് 30 ഡിഗ്രി. അപ്പോൾ എന്തായി, നമ്മൾ ആൻസർ കിട്ടി. ഇത് രണ്ടും കട്ട്, ആൻസർ π/6. ദാറ്റ്സ് ഹൗ വി ഗെറ്റ് ദ 2 മാർക്സ്. ഓക്കെ, 2 മാർക്കിന് അടുത്ത ചോദ്യം. ഇതും കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് പോലെ തോന്നും, പക്ഷേ എളുപ്പമാണ്. ടാൻ ഇൻവേഴ്സ്. ഓക്കെ, നോക്കിക്കോളാം. ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നില്ല, 2 കോസ് ഞാനിപ്പോൾ മാജിക് കാണിക്കാൻ പോവാം. 2 എന്താണ്, ഈ സൈൻ ഇൻവേഴ്സ്, നമ്മൾ സൈനിൻ്റെ ഏത് വാല്യൂവിലാണ് നമുക്ക് 1/2 കിട്ടുക? വി നോ ഇറ്റ് ഇസ് 30 ഡിഗ്രി π/6. ഓക്കെ, അപ്പോൾ ഇത് കട്ടായി 3 വന്ന് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 2 കോസ്. ഇനി ഇവിടെ എന്താ ബാക്കിയുള്ളത്? π/3. ടാൻ ഇൻവേഴ്സ് നമുക്കറിയുന്നൊരു കാര്യമാണല്ലോ. 2 ഇൻറ്റു കോസ് 60 ഡിഗ്രി എത്രയാ? √3/2. അപ്പോൾ എന്തായി, ഈ 2ഉം 2ഉം കട്ടായി. ഇപ്പോൾ ടാൻ ഇൻവേഴ്സ് √3 വന്ന്. ടാൻ ഇൻവേഴ്സ് നമ്മൾ √3 നമുക്ക് എത്രയാണ്? √3 ടാനിൻ്റെ ഏത് ആംഗിളാണ്? 60 ഡിഗ്രി. സോ ഇറ്റ് ഈസ് π/3. 30 ഡിഗ്രി ആയിരുന്നു ടാൻ 30 ആയിരുന്നു ഏതെന്ന് പറയുന്നത് 1/√3. ടാൻ 45 1, ടാൻ എന്താണ് 60 ഡിഗ്രി √3. സോ ദിസ് ഇസ് 2 മാർക്ക് ക്വസ്റ്റ്യൻ.